ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ മെയ് 1 ഇറങ്ങാൻ പോകുന്ന നമ്മളുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ മച്ച് അവൈറ്റഡ് മൂവി, അറ്റ്ലീസ്റ്റ് ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു പടമാണ് കാർത്തിക് സുബ്ബരാജ് ഡയറക്റ്റ് ചെയ്ത റെട്രോ എന്ന് പറയുന്ന സിനിമ. അഭിനയിച്ചിരിക്കുന്നതൊക്കെ ഒരുപാട് പേരാണ്. ജയറാമേട്ടുണ്ട്, ജോജി ചേട്ടനുണ്ട് എന്ന് പറയേണ്ട ഒരുപാട് കാസ്റ്റിംഗ് ആൾക്കാരൊക്കെ വരുന്ന സിനിമയാണ്. നടി നമ്മുടെ അലിമിത്തി ഹബീബോ, ഇവരെ പേരെന്തായിരുന്നു, പൂജ ഹെഗ്ഡെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പൂജ ഹെഗ്ഡെ സിനിമയിൽ ഊമയാണ് അവിടെ. ഈ ഒരു സൈനിൽ പോലും വാ ഉറക്കണം കണ്ടിട്ടില്ല. എന്തിനാണെങ്കിലും ഇത് പ്രണയത്തിനെ പറ്റിയും പോരാട്ടത്തിനെ പറ്റിയും മാസ് പറ്റിയും ഒക്കെ പറയുന്ന പടമാണ്. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ ട്രെയിലറിന് ഒരു പ്രത്യേകതയുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഈ ട്രെയിലർ ടി സീരീസ് ആണ്. അപ്പം കോപ്പി റൈറ്റിൻ്റെ കേസിൽ തീരുമാനമായി. ഈ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത് അൽഫോൺസ് പുത്രനാണ്. അത് ഞാൻ ട്വിറ്ററിൽ നമ്മുടെ കാർത്തിക് സുബ്ബരാജ് ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടത്. എന്തായാലും നമുക്ക് സമയം കളയാതെ ഡയലോഗ് എന്തിനടിക്കണം. എന്തായാലും കോപ്പി റൈറ്റിന് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ടി സീരീസ് എന്തുണ്ടാ ടി സീരീസിൻ്റെ അടുത്തത്? പത്ത് നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. മാൻകറി ബിരിയാണിയാ? ഷോ ഓട്ടാൻ അല്ല മച്ച, എന്തൊരു കണ്ണാടിയടാ അത്. ജയറാം മേട്ടെ അല്ല RX-100 ശ്വാസിക. എന്തുവാണ് ഇത്? അടിയാ എന്തോന്ന് കട്ടടേ. എതുമേ ശരിയാവല്ലേ. അടിതടി കട്ടപ്പഞ്ചായത്ത് രത്തക്കളറി റൗഡിത്തണോ എല്ലാത്തിന്റെ റോഡിയോടെ വിടുത്തെ ഊമയാണ്. മ്യൂസിക് കണ്ട സന്തോഷ് നാരായണൻ. എന്നെ കിട്ടത്തട്ട ഒരു അറക്കണാവും മാറ്റിരിച്ച്. സംസാരിക്കോ? ഞാൻ ശരിക്കും വല്ല ഊമയാണെന്നാണ് വിചാരിച്ചത്. ബിക്കോസ് ഒരു ഫ്രെയിമിൽ പോലും പുള്ളിക്കാരി വാറക്കണം ഞാൻ കണ്ടില്ല. തലയിൽ കൊമ്പ്. എന്നാ ട്രെയിലർ കട്ടടാ ഇത്. ലുക്കും സന്തോഷ് നാരായണൻ മ്യൂസിക്, പ്രകാശ് രാജൊക്കെ ഉണ്ട്. ഏതോ ഗ്യാങ് ബാറാ. ശ്രേയ ശരനാടെ. എന്തോന്ന് കട്ടടേ ഇത് ട്രെയിലർ. ഇങ്ങനെ ഉണ്ടോ നാസർ? உண்மையான போர் வரணும்னு தான் காத்திருக்கோம். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன். The one Surya. ലുക്കാടാ മനുഷ്യൻ. ഡിഫറെന്റ് പടം കേട്ടത്. ഇതൊക്കെ എന്തുവാണ് ഇത്? ഒരു വസ്തു പിടിയൊന്നുമില്ല. അൽഫോൺസ് പുത്രനാണ് ചെയ്തേക്കുന്നത് അവസാനം കാണിച്ചത്. എന്തൊരു കട്ടട, എന്തൊരു ട്രെയിലർ കട്ടട ഇത്. ഒരു എന്ത് രസമായിട്ട് അത് കട്ട് ചെയ്തേക്കണം ആലോചിക്കുകയാണ്. എന്തിനാണെങ്കിലും പടം എന്തിനാണെന്നൊന്നും മനസ്സിലാവില്ല. എന്തിനാ ഗ്ലാഡിയേറ്റർ പോലത്തേക്ക് എന്തിനാ മറ്റേ വട്ടത്തിലൊക്കെ വെച്ചിട്ട് അടിയും ബഹളവും എന്തിനാണെന്നൊരു പിടിയും കിട്ടണില്ല. എന്തിനായാലും നല്ല ജിഗാങ്കിടി ജുംബാങ്കിടി പടമാണെന്ന് ഉറപ്പാണ്. നല്ല പേടയായിരിക്കും. ഇത് തിയേറ്ററിൽ പൊളിക്കും. ആ മ്യൂസിക്കൊക്കെ വേറെ ലെവൽ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മറ്റേ പുള്ളിക്കാരിക്ക് എന്തൊരു പ്രണയവും അടി കൂടാൻ പോകലെന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഭയങ്കര അടിയനാണ്. അങ്ങനെ എന്തൊക്കെയാണ് കട്ടപ്പഞ്ചായത്ത് എന്തൊക്കെയാണ്. സിനിമ വരട്ടെ. മെയ് 1 ഇവിടെ ഇപ്പം വരും. നമുക്കപ്പം കാണാം കേട്ടോ. ഇത് പൊളിയായിരിക്കും. പൊളിയാവണേ പ്ലീസ്. നല്ല പടമായിരിക്കും. കണ്ടോളി.